ഓം ഹരിശ്രീ ഗണപതയെ നമഃ. അവിഘ്നമസ്തു. SPYSSന്റെ ആധിപത്യത്തിൽ നടത്തിവരുന്ന ഈ രാമായണ പാരായണത്തിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് ബാലയുവ രാമായണ പാരായണത്തിന്റെ സ്പെഷ്യൽ സെക്ഷനാണ്. ഇന്ന് രാമായണ പാരായണത്തിന്റെ 29ാമത്തെ ദിവസമാണ്. ഇന്ന് പറയാൻ പോകുന്ന ഭാഗം അഗസ്ത്യപ്രവേശം ആദിത്യസ്തുതി തൊട്ട് സീതാ സ്വീകരണം വരെയാണ്. അപ്പോൾ നമ്മുടെ രാമായണ പാരായണം തുടങ്ങുവാനായിട്ട് ഗണപതി വന്ദന ശ്ലോകം ചൊല്ലിക്കൊണ്ട് തനിഷ്കയൊക്കെ ഞാൻ വിളിക്കുന്നു. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഓം ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. श्रीराम राम राम श्रीरामचन्द्र जय. श्रीराम राम राम श्रीरामभद्रा जय. श्रीराम राम राम सीताभिराम राम. श्रीराम राम राम लोकाभिराम जय. श्रीराम राम राम राघवनन्ताक राम. श्रीराम माम शुद्धराम तं राम राम. श्रीराघवन राम. श्रीराम रेम पदे. श्रीराम रेमणीया विग्रह नमोस्तुते. नारायणाय नमो नारायणाय नमो നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമസ്തുതി ചൊല്ലിയത് അക്ഷോഭണ്ണനാണ്. ഇനി അടുത്തതായി രാമായണ പാരായണം ചെയ്യാൻ പോകുന്നത് ഐശ്വര്യ അക്ക, മഹിമ അക്ക, മഹേഷ് അണ്ണൻ, നന്ദിത അക്ക, നന്ദിനി അക്ക, തീർത്ഥ അക്ക, ശ്രീലക്ഷ്മി എസ് അക്ക, ആദശ്രീ അക്ക, ഗായത്രി അക്ക, സനിത്ര അക്ക, മാധവണ്ണൻ, പാർവതി അക്ക, വിഹാനണ്ണൻ, ശ്രീ പാർവതി അക്ക, അഭിഷേക് അണ്ണൻ, ശ്രീലക്ഷ്മി MS അക്ക. അഗസ്ത്യപ്രവേശനവും ആദിത്യസ്തുതിയും. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരമെങ്ങനെയെന്നറിഞ്ഞിലഗസ്ത്യൻ തഥാ രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാർ. നാഗാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥന നന്ദമീയെന്നരുൾ ചെയ്ത ഗണസ്ത്യനും അഭ്യുദയം നിനക്കാശു വരുത്തുവാ ഇപ്പോഴുവിടേക്കു വന്നിതു ഞാനിടൂ. താപത്രയവും വിഷാദവും തീർന്നുവോ മാപത്തു മറ്റുള്ളവയും മകന്നുപോം. ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കുമായുസ്സും സൽകീർത്തിവർദ്ധനം. നിത്യമാദിത്യ ഹൃദയമാമന്ത്രം മിതുത്തമം എത്രയും ഭക്ത്യാ ജപിക്കടോ. നിത്യമാദിത്യ ഹൃദയമാം മന്ത്ര മിതുത്തമം എത്രയും ഭക്ത്യാ ജപിക്കടോ. ദേവാസുരോ രാഗചാരണ കിന്നര താപസ ഗുഹ്യകയക്ഷരക്ഷോഭൂതം. ദേവാസുരോ രാഗചാരണ കിന്നര താപസ ഗുഹ്യകയക്ഷരക്ഷോഭൂതം. കിം പുരുഷാക്ഷരമാനുഷാദിന്മാരും സംപ്രീതിം സൂര്യനെ തന്നെ ഭജിപ്പദം. ദേവകളാകുന്ന ആദിത്യനാകിയ ദേവനത്രേ 14 ലോകങ്ങളും രക്ഷിപ്പദം. നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതന്നവൻ കൽപ്പകാലാന്തരെ
ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ താനം പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ധിക്കര വൃന്ദാവും വാരണഭദ്രനും മാരനും താരഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനി പുത്രനും അഷ്ടവശുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിത്രകളും പുണ്യമനുക്കളും ദാനവന്മാരും മൃഗസമൂഹവും വാരമസാരതു സംവത്സര കൽപ്പാതി കാലകനായതും സൂര്യനിവൻ തന്നെ വേദാന്തവേദ്യനാം വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞ സേവിതൻ പൂഷാവിദാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മകൻ ത്വഷ്ടാദിനകരൻ ഭാസ്കരൻ നിത്യൻ നഹസ്കരൻ ഈശ്വരൻ സാക്ഷി സവിതാ സമസ്ത ലോകേക്ഷണൻ ഭാസ്വാൻ വിവസ്വാൻ നഭസ്വാൻ ഗഭസ്തിമാൻ ശാശ്വതൻ ശംഭോ ശരണ്യൻ ശരണദൻ ലോകശീശിരാരി ഘോരതിമിരാരി ശോകാപഹാരി ലോകാലോകവിഗ്രഹൻ ഭാനു ഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ഭാനപ്രിയൻ സഹസ്രാംശോ ധനാദനൻ സപ്താശ്വനർജുനാശ്വൻ സകലേശ്വരൻ സുപ്തജനാവബോധപ്രദൻ മംഗലൻ സപ്താശ്വനർജുനാശ്വൻ സകലേശ്വരൻ സുപ്തജനാവബോധപ്രദൻ മംഗലൻ ആദിത്യനർക്കനരുണനനന്ദകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവി വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡനൻ അംശുമാൻ ഉഷ്ണകിരണൻ മിഹിരൻ വിരോചനൻ പ്രദ്യോതനൻ പരൻ ഖദ്യോതനുദ്യോതനദ്വയൻ വിദ്യാവിനോദൻ വിഭാവസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ വിശ്വവന്ദ്യൻ മഹാവിശ്വരൂപൻ വിഭു വിശ്വവിഭാവനൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയുക്താനാം ഗതിപ്രദൻ ചണ്ഡകിരണൻ തരണീദിനമണി പുണ്ടരീക പ്രബോധപ്രദനര്യമ ദ്വാദശാത്മാ പരമാത്മാ പരാപര ആദിതേയൻ ജഗദാദിഭൂതൻ ശിവൻ ഖേദവിനാശനൻ കേവലാത്മാ വിന്ദു നാദാത്മകൻ നാരദാദിനിഷേവിതൻ ജ്ഞാനസ്വരൂപൻ അജ്ഞാന വിനാശകൻ ധ്യാനിച്ചു കൊൽക്ക നീ നിത്യമിദ്ദേവനെ സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക സന്താപനാശാകരായ നമോ നമ അന്ധകാരാന്താകരായ നമോ നമ ചിന്താമണേ ചിതാനന്ദായ തേ നമഃ നിഹാരനാശാകരായ നമോ നമഃ മോഹവിനാശാകരായ നമോ നമഃ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമഃ സ്ഥാവരജംഗമാചാര്യായ തേ നമഃ ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമഃ സത്യപ്രധാനായ തത്വായ തേ നമഃ സത്യസ്വരൂപായ നിത്യം നമോ നമഃ ഇത്തമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം ചിത്തം തെളിഞ്ഞഗസ്ത്യോക്തി കേട്ടത്രയും ഭക്തി വർദ്ധിച്ചു കാകുൽസ്ഥനും കൂപ്പിനാൻ പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാധരൗ പാന്തേ മരുവിനാൻ രാവണവധം രാഘവൻ മാതലിയോട് അരുതി ചെയ്ത രാകുലമെന്നെ തേ നടത്തിയതു നീ മാതലി തേ അരിവേഗേന കൂട്ടിനാൻ ഏതുമീൻ ചഞ്ചലമില്ല
രസാശനം മൂടി പൊടി കൊണ്ടു ദിക്കുമുടങ്ങിട കോടീശ്വരങ്ങളും എന്തൊരു വിസ്മയം. രാത്രി ചരന്റെ കുടിമരം കണ്ടിച്ചു തീരിട്ടു ദശരഥപുത്രനും. യാതുതാരാധിപൻ വാചികൾ തമ്മിയും മാതിലി തന്നെയും ഏറെ എഴുതിയിടിനാൻ. യാതുതാരാധിപൻ വാചികൾ തമ്മിയും മാതിലി തന്നെയും ഏറെ എഴുതിയിടിനാൻ. ശൂലം മുസലം ഗദാദികളും മേൽക്കുമേലെ പൊഴിച്ചിതു രാക്ഷസരാജനും. സായകജാലം പൊഴിച്ചവയും മുറിച്ച് ആയോധനത്തിനടുത്തിതു രാമനും. ഏറ്റമണഞ്ഞു മകന്നും വലം വെച്ചു ഏറ്റുമിടം വെച്ചു മുട്ടു പിൻവാങ്ങിയും. സാരഥിമാരുടെ സൗത്യ കൗശല്യവും പോരാളികളുടെ യുദ്ധ കൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല നാമീ വണ്ണ ഉണ്ടാകയുമില്ലേ വണ്ണമിനി മേലിൽ. ഇന്നു ദേവാദികളും പുകഴ്ത്തിയിടിനാൽ നന്നു നന്നെന്നു തെളിഞ്ഞിതു നാരദൻ. പൗലസ്ത്യരാഘവന്മാർ തൊഴിൽ കാണുകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിടിനാർ. വാദമടങ്ങി മറഞ്ഞിതു സൂര്യനും മേദിനിതാനും വിറച്ചിതു പാരമായി. പാദോനിതയമിളകി മറിഞ്ഞിതു പാതാളവാസികളും നടുങ്ങിയിടിനാർ. അമ്പുതിയോടെതിർത്തിയിടിലും അമ്പരം അമ്പരത്തോടെതിർത്തിയിടിലും രാഘവരാവണ യുദ്ധത്തിനു സമം. രാഘവരാവണ യുദ്ധമൊഴിഞ്ഞില്ല കേവലമിങ്ങനെ നിന്നു പുകഴ്ത്തിനാൻ. ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരന്റെ തലയൊന്നറത്തുടൻ ധാത്രിയിലിട്ടാനതു നേരമപ്പോഴേ. കൂടെ മുളച്ചു കാണായ്തവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും. ഉണ്ടായതിപ്പോഴതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാനരക്ഷണാൽ. ഉണ്ടായതിപ്പോഴതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാനരക്ഷണാൽ. യുദ്ധം മുറിച്ചു 101 തലകളെ പ്രദ്യയിലിട്ടു രഘുകുലസത്തമൻ. പിന്നെയും 10 തലയ്ക്കൊരുവാട്ടമില്ലെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും. ഇങ്ങനെ 100,000 തല പോകിലും എങ്ങും കുറവില്ല അവൻ തല 10നും. രാത്രിഞ്ചരാധിപൻ തന്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലോ. കുംഭകർണൻ മകരാക്ഷൻ കരൻ ബാലി വമ്പന മാരീചൻ എന്നിവരാദിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിനെന്തതി നിഷ്ഠുരൻ നാം ഇവനെ കൊല്ലുവാൻ. മടിയുണ്ടായതും ഈ ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടിയിലു പോയവുമേതും ഈശ്വര. ചിന്തിച്ചു രാഘവൻ പിന്നെയും ദശ കന്ധരന്മേൽ ബാണങ്ങൾ തൂകിയിടിനാൽ. രാവണനും പൊഴിച്ചിടിനാൽ ബാണങ്ങൾ ദേവദേവൻ തിരുമേനിമേലാവോളം. കൊണ്ട ശരങ്ങളെ കണ്ടു രഘുവരനുണ്ടായതുള്ളിലൊരു ദിനവന്നേരം. പുഷ്പശമങ്ങളാൽ വന്നു ശരങ്ങളും കേൾപ്പു കുറഞ്ഞു ദശാസനു നിർണയം. 7 ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്നു പൊഴുതുന്നോരന്തരം. മാതലിതാനും തൊഴുതു ചൊല്ലിയിടിന നിത്യം വിഷായതമുണ്ടായിക്ക മാനസേ. മുന്നഗസ്തമതബോധരാൽ തന്നെ ബാണം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭോ. പൈതമഹാസ്ത്രമായതങ്ങനെ നിന്നങ്ങനെ മാതലി ചൊല്ലതു കേട്ടു രഘുവരൻ. നന്നു പറഞ്ഞു നീതെന്നോടിനി കൊന്നിടുവാൻ ദശകണ്ഠനെ നിർണയം. നന്നു പറഞ്ഞു നീതെന്തോടിനി കൊന്നിടുവാൻ ദശകണ്ഠനെ നിർണയം.
എന്നരുളി ചെയ്തു വൈരിഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തുടിത്തിതു രാഘവൻ. സൂര്യാനന്മാരറിയുന്നു തരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം. വിശ്വാസഭക്ത്യ ജപിച്ചീടിനാൻ രാവണൻ തന്റെ ഹൃദയം പിളർന്നു. ഭൂദേവിയും പേടിച്ചു വാരിതിയിൽ പൊക്കു ചോര കഴുകി മുഴുകി പിറവോടും. അമൃതവേഗേന രാഘവൻ തന്റെ തോണിയിൽ വന്നിങ്ങു വീണു തെളിവോടും. ബാണവമെന്തൊരു വിസ്മയമന്നേരം തേരിൽ നിന്നാശു മറിഞ്ഞു വീണിടിനാൻ. പാരിൽ മരാമരം വീണ പോലെ തഥാ തേരിൽ നിന്നാശു മറിഞ്ഞു വീണിടിനാൻ. പാരിൽ മരാമരം വീണ പോലെ തഥാ. കൽപ്പകവൃക്ഷ പുതുമലർ തൂകിനാരുൽപ്പന്നമോദേന വാനവരേവരും. അർക്കകുലോദ്ഭവൻ മൂർധനി മേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു. പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാനർക്കനും നേരെ ഉദിച്ചാനതു നേരം. മന്ദമായി വീശി തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശ ലോകവും. താപസന്മാരും ജയ ജയ ശബ്ദേന താപകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. ശേഷിച്ച രാക്ഷസരോടിയകം ഉക്കു കേളത്തുടങ്ങിനാരൊക്കെ ലങ്കാപുരി. അർക്കജന്മാരുതി നീലാംഗദാദിയാം മർക്കട വീരരുമാർത്തു പുകഴ്ത്തിനാർ. അർക്കജന്മാരുതി നീലാംഗദാദിയാം മർക്കട വീരരുമാർത്തു പുകഴ്ത്തിനാർ. രാവണഗാത്ര ദഹനം. അഗ്രജൻ വീണതോ കണ്ടു വിഭീഷണൻ വ്യഗ്രിച്ചരീകത്തു ചെന്നിരുന്നാകുലാൽ. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ. ഒക്കെ വിധിബലമല്ലോ വരുന്നതും. ഞാനിതൊക്കെ പറഞ്ഞിടിനെ മുന്നമേ മാനം നടിച്ചെന്നെയും വെടിഞ്ഞിടിന. വീരമഹാശയ മോചിതനായ നീ പാരിലി വണ്ണം കിടക്കും മാരായതും. കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണം എന്നുണ്ട് ദൈവത്തിന് താക്കൊയ്ക്കാവതും. ഏവം കരയും വിഭീഷണൻ തന്നോടു ദേവദേവേശനരുൾ ചെയ്തിതാദരാൾ. എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാസൂരനായിവൻ തന്നെ കുറിച്ചു കരയരുതെന്നു തന്നല്ലതു പരലോകത്തിനു സഹേ. വീരസ്വർഗസിദ്ധിക്കു ദോഷം വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിച്ചു മരിക്കുന്നതെന്നറിയണമേ. പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്ക് പാരം സുഹൃദ്ദികൾ എന്നീ യോഗം വരാം. അരുൾ ചെയ്തു നിന്നരുളുന്നേരം തത്ര മണ്ഡോദരി കേണു വന്നിടിനാൾ. ലങ്കാധിപന്മാർ വീണു കരഞ്ഞു മാതങ്ക നാരീജനങ്ങളും കേണു തുടങ്ങിനാർ. പങ്ക്തിരഥാത്മജനെപ്പോൾ അരുൾ ചെയ്തു പങ്ക്തി മുഖാനുജൻ തന്നോട് സാദരം. രാവണൻ തന്നോട് സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ചതിസത്വരം. തത്ര വിഭീഷണൻ ചൊന്നാൻ ഇവനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലെ യോഗ്യമല്ലേതും മേടിയനിവനുള്ളിൽ സംസ്കരിച്ചിടുവാൻ എന്ന് കേട്ടേറ്റവും വന്ന ബഹുമാനമോടെ രഘുത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോട് മദ്ബാണമേറ്റു രണാന്തേ മരിച്ചൊരു കർപ്പുരാധീശ്വരനറ്റിതു പാപങ്ങൾ വൈരവും മരണാനന്ദമെന്നാകുന്നതേറിയ സദ്ഗതിയുണ്ടാവതിനു നീ ശേഷക്രിയകൾ വഴിയെ കഴിക്കൊരു ദോഷം നിനക്കതിനേതുമകപ്പെട. ചന്ദന
ദാതി കൊണ്ടു ചിതയും ആനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണ മാല്യങ്ങൾ കൊണ്ടും നക്തഞ്ചരാധിപദേഹം അലങ്കരിച്ചാർത്തുവാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ടഗ്നി ഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായ ഉദകക്രിയയും ചെയ്തു. നാരികൾ ദുഃഖം പറഞ്ഞു പോകിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൽ മാതിലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം മേവിനാൻ. ചെന്നു നിജ നിജ മന്ദിരം പുക്കിതും ജന്യാവലോകനം ചെയ്തു നിന്നോർക്കളും ലക്ഷ്മണനോടരുൾ ചെയ്തിതു രാമനും രക്ഷോവരനായി വിഭീഷണനായി മയാദത്തമായൊരു ലങ്കാരാജ്യമുൾപ്പൊക്കു ചിത്തമോദാൽ അഭിഷേകം കഴിക്ക നീ എന്നതു കേട്ട കപിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി വർണ്ണവതോദയാ തീർത്ഥജലങ്ങളാൽ സ്വർണക്കലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോടും താപസന്മാരുമായി ആർത്തുവിളിച്ച അഭിഷേകവും ചെയ്തിതു. ഭൂമിയും ചന്ദ്രദിവാകരാദിയും രാമകഥയും മുള്ളെന്നു വിഭീഷണൻ ലങ്കേശനായി വാഴ്കെന്നു കിരീടാദ്യലങ്കാരവും ചെയ്തു. ദാനപുരസ്കൃതം പൂജജന്യനായൊരു വിഭീഷണനായിക്കൊണ്ടു രാജനിവാസികൾ കാഴ്ചയും വെച്ചിതു. കുതൂഹല പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം ഒടുപ്പിച്ചു കൊണ്ടുവന്നാസ്തയാ രാഘവൻ തൃക്കാൽക്കൽ വെച്ച് അഭിവാദ്യം ചെയ്തു വിഭീഷണാരതാൽ നക്തഞ്ചരേന്ദ്ര പ്രസാദത്തിനായി രാമഭദ്രതെല്ലാം പരിഹരിച്ചിടിനാൽ ഇപ്പോൾ കൃതകൃത്യനായേനമെന്നു ചിൽപുരുഷൽ പ്രസാദിച്ചരുടിയിടിനാൽ. ഇന്നത്തെ രാമായണ പാരായണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്തതായി രാമായണ പാരായണം ചെയ്ത ഭാഗം സാരാംശം പറയുവാനായി ആദിശങ്കരൻ അണ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു. ലക്ഷ്മണരേഖ ഭേദിച്ച് രാവണൻ സീതയെ അപഹരിച്ച് ലങ്കയിലേക്ക് കൊണ്ടുവരുന്നത് തന്റെ പ്രിയ പത്നിയെ വീണ്ടെടുക്കാനാണ്. രാമൻ സുഗ്രീവൻ, അവൻ വാനര രാജാവാണ്. അദ്ദേഹത്തിന്റെ സഹായത്താൽ സേതു ബന്ധിച്ച് ലങ്കാപുരിയിൽ എത്തിയിരുന്നു. അവിടെ ദശമുഖനും രാമനും കണ്ടുമുട്ടുന്നു. ഇരുവരും യുദ്ധം ചെയ്തൊരുങ്ങും. ഒരുപക്ഷെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച യുദ്ധം രാമരാവണ യുദ്ധം. ഇവരുടെ രണ്ടുപേരുടെയും ബാണങ്ങൾ മഴ പോലെയാണ് ഭൂമിയിലേക്ക് പെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ഓരോ ബാണങ്ങളുടെയും ശക്തിയാൽ ഭൂമി അപ്പാടെ വിറകൊണ്ടിരുന്നു. രാമരാവണ യുദ്ധം, അതാണ് കഥാസം. രാമനും രാവണനും യുദ്ധം ചെയ്യുകയാണ്. ഇത്രയും വീരും വാശിയുമുള്ള ഒരു യുദ്ധം ഈ ലോകം ഇതുവരെ ദർശിച്ചിട്ടില്ല. അതിനിടയിൽ നിന്നറിയാം തേജസ്വിയായൊരു മുനി വന്നെത്തും. അഗസ്ത്യനില്ല. മുനിയെ കണ്ടത് രാമൻ ഭയഭക്തി ബഹുമാനത്തോടെ തന്റെ തേരിൽ നിന്ന് മുനിയെ വന്ദിക്കുന്നു. മുനി രാമനോട് ശല്യത്തോടെ താഴ്കയാണ്. രാമ പുത്ര, നീ ഇത് കേൾക്കൂ. ഈ 14 ലോകങ്ങളിലെയും അന്ധകാരത്തെ നശിപ്പിക്കുന്നവൻ അത് ആദിത്യൻ. ബ്രഹ്മാവിനും വിഷ്ണുവിനും മഹേശ്വരനും ദേവന്മാർക്കും എല്ലാവർക്കും കാരണഭൂതനായ ആദിത്യൻ തന്നെ. അവനെ നീ സ്മരിക്കുക എന്നാൽ നിനക്ക് ആരോഗ്യവും സൗഖ്യവും നിന്റെ ശത്രുക്കൾക്ക് വിനാശവും സംഭവിക്കുന്നതാണ്. ആ തേജസ്സിനെ നിനക്ക് എന്തു പേരിലും വിളിക്കാം. രവി, അർക്കൻ, ആദിത്യൻ, അതെന്തുമാകട്ടെ, ആ തേജസ്സിലേക്കുള്ള മന്ത്രമാണ് ആദിത്യ ഹൃദയം. അതിന്റെ ആദ്യ 2 വരികൾ ചൊല്ലിക്കൊണ്ടു. ഇതാണ് സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്ധകായ നമോ നമ. രാമൻ ഇത് ശ്രദ്ധിച്ചു കേൾക്കുകയും അത് ഹൃദയസ്ഥമാക്കുകയും ചെയ്തു. രാമൻ ഒന്നുകൂടെ ഇനിയെ വന്ദിക്കുന്നു. രാമന്റെ കണ്ണുകളിൽ ഭക്തിയും ബഹുമാനവും കവിഞ്ഞൊഴുകുകയാണ്. മുനി യാത്രയാണ്. രാമരാവണ യുദ്ധം തുടരുന്നു. ദേവേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം മാതലിയാണ് രാമന്റെ സാന്നിധ്യം. മാതലി മറ്റു ദേവന്മാരും പറയുകയാണ്, ആകാശം ആകാശത്തോട് പൊരുതട്ടെ, കടൽ കടലിനെ എതിർക്കട്ടെ,
അതെല്ലാം രാവണ യുദ്ധത്തിന് മുന്ന് നിസാരമല്ലേ? ഇനി നാം ഒരിക്കലും ഇങ്ങനെ ഒരു യുദ്ധം കാണുകയില്ല. ഇനിയൊത്ത് കാണാനും പോകുന്നില്ല. രാവണ യുദ്ധം വീരോടെയും വാശിയോടെയും തുടരുന്നു. രാമന്റെ ഒരു ബാണത്താൽ രാവണനെ ഒരു ശിരസ് ഛേദിക്കപ്പെടും. അവർ ചെടിയുടെ കൊമ്പെന്നതുപോലെ അവിടെ പുതിയ തല വിളച്ചു വന്നിരിക്കുന്നു. രാമന്റെ ആത്മവിശ്വാസം പതറി. അങ്ങനെ 101 പ്രാവശ്യം കൂടെ സംഭവിക്കുന്നു. രാമന്റെ ആത്മവിശ്വാസം ഇല്ലാതായിരിക്കുന്നു. ഈ സമയത്താണ് മാതലി ഒരു ഉപായം പറഞ്ഞു. എന്തുകൊണ്ടാണ് നാം അഗസ്ത്യമുനി തന്ന ബാണം ഉപയോഗിക്കാത്തത്? ബ്രഹ്മാവിന്റെ ബാണമല്ലേ അത്? എന്തായാലും അത് രാവണനിൽ എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടാക്കിയിരുന്നു. രാമന് അത് നന്നേ ഇഷ്ടപ്പെടുന്നു. രാമൻ തന്റെ വില്ല് മുന്നിലേക്ക് എടുക്കുന്നു. ഞാനിൽ അമ്പുകോട്ട് അത് പുറകിലേക്ക് വലിച്ചു വിടുന്ന നേരം ഈ 14 ലോകങ്ങളിലും പ്രകാശം നിറയുന്നു. അവിടെയെല്ലാം ശോഭ നിറയുന്നു. ഒരു ക്ഷണം അത് രാവണന്റെ ഹൃദയത്തെ തുളച്ച് പോയിരിക്കുന്നു. അത് ഭൂമിയിൽ കുത്തി നിൽക്കുകയാണ്. അത് സ്വയമേവ കഴുകി ജലത്തിൽ കഴുകി പരിശുദ്ധമായി രാവണൻ രാവണൻ ഒറ്റ ശരത്താൽ നിലം പതിച്ചിരിക്കുന്നു. ഏവരും അത്ഭുതപ്പെട്ടു നിൽക്കുന്നു. സുഗ്രീവനും മറ്റും കുരങ്ങന്മാരും അദ്ദേഹത്തെ പുഷ്പവൃഷ്ടിയോടെ ആദരിക്കുന്നു. ദേവന്മാർ അദ്ദേഹത്തെ പൂവിട്ട് പൂജിക്കുന്നു. അതേ കൂട്ടുകാരി, രാമൻ വിജയിച്ചിരിക്കുന്നു. 7 ദിവസത്തെ കഠോര യുദ്ധം, ഭൂമി ദേവിയുടെ ഉപരിതലത്തെ നശിപ്പിച്ചുകൊണ്ടുള്ള യുദ്ധം, ശക്തിയുടെയും നന്മയുടെയും തിന്മയുടെയും യുദ്ധം. അതെ, സത്യം ജയിച്ചിരിക്കുന്നു. ഏവരും ആഹ്ലാദത്താൽ സന്തോഷിച്ച് തുള്ളിച്ചാടുന്നു. എന്നാൽ ഇതിനെല്ലാം പുരാവുമായി സങ്കടത്തെയും തടയുകയാണ്. രാവണന്റെ സ്വന്തം മനുഷ്യൻ വിഭീഷണൻ. അവൻ പണ്ട് ജ്യേഷ്ഠന്റെ മൃഗങ്ങൾ അടിയുകയാണ്. ഉള്ളു വിങ്ങിക്കൊണ്ട് വിഭീഷണൻ പറയുകയാണ്, ജ്യേഷ്ഠ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ, എന്തിനായിരുന്നു ഇങ്ങനെ ഒരു യുദ്ധം? വിഭീഷണൻ കണ്ണുകളുണ്ട് മുന്നിലേക്ക് ചെല്ലുക. വിഭീഷണന് തന്റെ കൈകളാൽ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് രാമൻ പറയുകയാണ്, ഭീഷണ, ഇവൻ എന്നോടുകൂടെ ബ്രഹ്മാവിന്റെ ബാണത്താലല്ലേ അവൻ കൊല്ലപ്പെട്ടത്? അത്രയും നേരം എനിക്ക് സമാസമമായിരുന്ന രാമൻ പറയുന്നു, വിഭീഷണ, ഇവൻ ബ്രഹ്മാവിന്റെ ബാണത്താലല്ലേ വധിക്കപ്പെട്ടത്? ഇത്രയും നേരം അവന് എനിക്ക് സമാസമമായി നിൽക്കാൻ സാധിച്ചിരിക്കുന്നു. അവൻ വീരന്മാരിൽ വീരൻ തന്നെ. അവന് എങ്ങനെയാണ് നരകത്തിലേക്ക് പോകേണ്ടി വരിക? അവന് വീരസ്വർഗം തന്നെ പ്രാപ്തമാകും. മാത്രമല്ല, എന്റെ ബാണത്താൽ അവൻ കൊല്ലപ്പെട്ടപ്പോൾ ബാണത്തിനോടൊപ്പം അവന്റെ സകല ഭാവങ്ങളും നശിച്ചു പോയിരിക്കുന്നു. അവന്റെ ദുശ്ചിന്തകളെല്ലാം ആ ഒരൊറ്റ ബാണത്താൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നീ അവനെ ചന്ദനമുട്ടി ഉപയോഗിച്ച് സംസ്കരിക്കും. നീ ലങ്ക രാജാവാകും. രാവണന്റെ ശവസംസ്കാരം വിഭീഷണൻ സ്നേഹത്തോടെയാണ് ചെയ്യുന്നത്. വിഭീഷണൻ ലങ്കാധിപതിയാകുന്നു. എല്ലാം രാവണന്റെ കാട്ടുകൾ സമർപ്പിച്ചുകൊണ്ട് വിഭീഷണൻ തിരിച്ചു വളർന്നു. എന്നാൽ രാമൻ വിഭീഷണന് വേണ്ടിയത് വാങ്ങും. വിഭീഷണനെ ലങ്കാധിപതിയായി തന്നെ വാഴിക്കുന്നു. സുഗ്രീവനെ കണ്ടതും രാമൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, സുഗ്രീവ, എന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായിരിക്കുന്നു. നീ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. നീ കാരണമാണ് എന്റെ മൈഥിലിയെ എനിക്ക് തിരികെ കിട്ടുന്നത്. സീതയെ രാമന് തിരിച്ചു കിട്ടിയിരിക്കുന്നു. രാമൻ പുഷ്പക വിമാനത്തിൽ തന്നെ അയോധ്യയിലേക്ക് തിരിച്ചു മടങ്ങുകയാണ്. ഈ കഥയിൽ നിന്ന് നമുക്ക് ഒരു കാര്യം അറിയാൻ സാധിക്കും. രാവണന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം മാത്രമാണ് തിന്മ തോൽക്കുക തന്നെ. അത് എപ്പോഴാണെങ്കിലും ശ്രീരാമജയം ഫലിക്കുന്നു. സാൻവി അക്ക, അവനിക്ക, ആയിഷി അക്ക. सुनो सुनो सावरे के बनसी है बाजी, नैनो से तारदार कजरा बहे जी, जियरा तर से
नैना तरसे जियरा तरसे नैना तरसे प्यासी प्यासी अखियां कहे ऐसी पर से सुनो सुनो सागर के बरसे बाजी नैनों से धारदार कजरा बहे जी जियरा तरसे नैना तरसे जियरा तरसे नैना तरसे प्यासी प्यासी अखियां कहे ऐसी बरसे सुनो सुनो सावरी की बरसे बाजी धुन सुन बावरी हुई राना बीती जागी ना सोई रसवन रात कई और खाना गुजव गलिया रोई संग मेरे जमुना रोई गया रोई बच्चिया रोई उन्हें खाना मधुबन गुज तराना आश्रय रंगलू रूपाना सिमरन करके हरे और खाना तू ही निर्मोही माना पाए तुझे मोही सताना दरस दिखा दे पाए और खाना सुनो सुनो सावरी के बंसी है बाजे नैनों से तारदार कजरा बहे जी जियरा तरसे नैना तरसे जियरा तरसे नैना तरसे प्यासी प्यासी अखियां कहे ऐसे बरसे सुनो सुनो सावरी के बनसे है बाजी தேவாதி தேவர் புகழ் பாலனடியிலேலோ தேவர் கலை காத்திருங்கோபாலனடியிலேலோ தன்னந்தனியாக வந்து அழைக்கிறாண்டியிலேலோ சின்னஞ்சிறு லீலைகட்கு இழுக்கிறாண்டியிலேலோ கண் சிமிட்டி அருகில் நம்மை கூறாண்டியிலேலோ கை காட்டி கலக்கலம்மை புராண்டியிலேலோ மதிவுதரம் மந்தஹாசம் வைக்குதடியிலேலோ மாயனவனை மறுவிடவே பயக்குதடியிலேலோ தேவாதி தேவர் புகழ் பாலனடியிலேலோ தேவர்களை காத்திடுங்கோ பாலனடியிலேலோ மாமேதை கண்டால் மனசு இழுக்குதடியிலேலோ மனமெனவோ இவனிடத்தில் ருசிக்குதடியிலேலோ கண்ணா கண்ணா ஓடிவா குழலறுத்து பாடிவா கானமயில் தோவ அணிந்த எந்த முன்னையாடிவா தேவாதி தேவர் புகழ் பாலனடியிலேலோ தேவர்களை காத்திடும் கோபாலனடியிலேலோ 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 यत्र यत्र रघुनाथ कीर्तनं तत्र तत्र कीर्तमास्तकाञ्जलिं बाष्पवरी परिपूर्णलोचनं मारुति नमदा രാക്ഷസസന്തകം. ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വോട്ട് ഓഫ് താങ്ക്സ് പറയാം. ഗണപതി ശ്ലോകം ചൊല്ലിയ തനിഷ്ക അക്ക, ശ്രീരാമസ്തുതി ചൊല്ലിയ അക്ഷോബണ്ണൻ, രാമായണ പാരായണം ചെയ്ത ഐശ്വര്യ അക്ക, മഹിമ അക്ക, മഹേഷ് അണ്ണൻ, നന്ദിത അക്ക, നന്ദിനി അക്ക, തീർത്ഥ അക്ക, ശ്രീലക്ഷ്മി എസ് അക്ക, ആദിശ്രീ അക്ക, ഗായത്രി അക്ക, സനിത്ര അക്ക, മാധവണ്ണൻ, പവിത്ര അക്ക, വിഹാൻ അണ്ണൻ, ശ്രീ പാർവതി അക്ക, അഭിഷേക് അണ്ണൻ, ശ്രീലക്ഷ്മി എസ് അക്ക, സാരാംശം പറഞ്ഞ ആദിശ്രീ അണ്ണൻ, ഭജൻ ചൊല്ലിയ സാൻവി അക്ക, അവനിക, ആയുഷി അക്ക, മുഖ്യ ശിക്ഷകായ ഗോപകുമാർ അണ്ണനും ഈ സെഷന് വേണ്ടി സഹായം ചെയ്ത സിന്ധു അക്കയ്ക്കും SPYSSന്റെ സമിതിക്കും ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും
എൻ്റെ നന്ദി പറയുന്നു. ലോക കല്യാണം മന്ത്രം ചൊല്ലി നമുക്ക് നമ്മുടെ സെഷൻ ഇന്നിവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും നിവർന്നിരുന്ന് കൈ നമസ്കാര സ്തുതിയിൽ വെച്ച് കണ്ണടയ്ക്കുക. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.